മാസപ്പടി ഇടപാടിൽ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി വിജിലൻസ് കോടതി ഉത്തരവ് പക്ഷപാതപരമെന്ന് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് വീണയുമായി CMRL കരാർ ഉണ്ടാക്കിയതെന്നും കുഴൽനാടൻ പറഞ്ഞു. സർക്കാരിനെ കക്ഷി ചേർത്തുകൊണ്ട് കുഴൽനാടന്റെ ഹർജിയിൽ ഭേദഗതി വരുത്താൻ ആവശ്യപ്പെട്ട് കോടതി വിഷയം മറ്റന്നാളത്തേക്ക് മാറ്റി. സേവനങ്ങൾ നൽകാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ CMRL കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയത്. എക്സലോജിക്കിനും CMRL കമ്പനിക്കുമെതിരെ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്നും എക്സലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും വീണയുടെ അക്കൗണ്ടിലേക്കും പണമെത്തി. ഈ തെളിവുകൾ ഉണ്ടായിട്ടും വിജിലൻസ് കോടതി ഇടപെട്ടില്ല എന്നിങ്ങനെയായിരുന്നു മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ മാത്യു കുഴൽനാടന്റെ വാദങ്ങൾ. കൂടാതെ വെളിപ്പെടുത്താത്ത വരുമാനമുണ്ടെന്ന് CMRL MD സമ്മതിച്ചിട്ടുണ്ട്. പണം നൽകി നടത്തിയ ഇടപാടുകൾക്ക് രസീതുകളില്ല. എന്നാൽ പണം നൽകിയതിന് MDയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് തെളിവുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. മാത്രവുമല്ല, കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റും CMRL പണം നൽകിയതെന്നും കുഴൽനാടൻ വാദമുന്നയിച്ചു. തുടർന്ന് സർക്കാരിനെ കക്ഷി ചേർത്തുകൊണ്ട് കുഴൽനാടന്റെ ഹർജിയിൽ ഭേദഗതി വരുത്താൻ ആവശ്യപ്പെട്ട കോടതി വിഷയം മറ്റന്നാളത്തേക്ക് മാറ്റി. സർക്കാരിനെ കക്ഷി ചേർത്തില്ലെന്ന പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ വാദം അംഗീകരിച്ചായിരുന്നു ഭേദഗതി വരുത്താൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണ്ടെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജി. ജനം, കൊച്ചി.